പാടിടാം. 128 സങ്കീർത്തനം ഒരു കുഞ്ഞു സങ്കീർത്തനമാണ്. 6 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. 1-ാം വചനം ചെന്നെത്തുന്നത് 6-ാം വചനം എന്ന ഒരു ചിന്തയിലേക്കാണ്. എൻ്റെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. സ്നേഹമുള്ളവരെ, കർത്താവിനെ ഭയപ്പെടുക. ഈ ഭൂമിയിൽ നീ ഭയപ്പെടേണ്ടത് കർത്താവിനെ മാത്രം. അവിടുത്തെ വഴികളിൽ നടക്കുക, സ്വർഗം കാണിച്ചു തരുന്ന വഴികളിൽ മാത്രം നടക്കുക. അപ്പോൾ കർത്താവിനെ ഭയപ്പെടുകയും സ്വർഗം കാണിച്ചു തരുന്ന ഡിസൈൻ ചെയ്യുന്ന വഴികളിലൂടെ, ചൂണ്ടിക്കാണിക്കുന്ന വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ 128-ാം സങ്കീർത്തനം അവസാന വചനം, മക്കളെ കാണാൻ നിനക്ക് ഇടവരും. എത്ര വലിയ അർത്ഥവത്തായ വചനമാണ് സ്നേഹമുള്ളവരെ. കർത്താവിനെ ഭയപ്പെടുകയും അവൻ കാണിച്ചു തരുന്ന വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ എന്തായി മാറും? അവൻ മക്കളുടെ മക്കളെ, തലമുറകളെ കാണാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിന്റെ ദീർഘായുസ്സ് സ്വർഗം നീട്ടിത്തരും എന്നർത്ഥം. ചുരുക്കട്ടെ സ്നേഹമുള്ളവരെ, ദീർഘായുസ്സ് വർദ്ധിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴി സ്വർഗം ചൂണ്ടിക്കാണിക്കുകയാണ്. കർത്താവിനെ ഭയപ്പെടുക, സ്വർഗം കാണിക്കുന്ന വഴികളിലൂടെ യാത്ര ആരംഭിക്കുക. ഈ പ്രഭാതം അങ്ങനെ ഒരു ദിവസമായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.